അവിടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ലിജു ബ്രദറും ഫാമിലിയും ഉണ്ട്. വൈഫിൻ്റെ ബ്രദറിൻ്റെ വൈഫ് അല്ലേ, ബ്രദറിൻ്റെ വൈഫ്, അമ്മ, പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ ഫ്രെയിമിൽ ഇത്രയും പേരെ വരുന്നു. അപ്പോൾ ഞാൻ ഇരുന്നപ്പോഴത്തേക്ക് ലിജു ബ്രദർ അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ജൂയിഷ് കൾച്ചർ അനുസരിച്ച് ദൈവത്തിനെ പിതാവെന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറേ റെവലേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഒരു പുതിയൊരു ഡോക്ടറിനെ ബേസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ദൈവമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രപഞ്ച ചൈതന്യത്തെ പിതാവെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു സംശയം. കാരണം അങ്ങനെ സംശയം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു മാനുഷിക ഭാവത്തിൽ വീണ്ടും ദൈവികതയെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് വീണ്ടും ഒരു മാനുഷികത ആകുന്നില്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ സംശയം വന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇതൊന്ന് വെച്ച് പറയും, ഇതിനകത്ത് സൗണ്ട് കിട്ടണം. അല്ല, ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അപ്പന്മാരും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ പലർക്കും അപ്പനെന്ന് പറയുമ്പം പല രീതിയിലാണ്. ചിലരുടെ പിതാവ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല സ്നേഹമുള്ള അല്ലെങ്കിൽ നല്ലൊരു അപ്പനായിരിക്കും. ചിലരുടെ അപ്പന്മാർ കുടിയന്മാരായിരിക്കും, ചിലർ തെമ്മാടികളായിരിക്കും, ചിലർ മക്കളെ വിട്ടിട്ട് പോയവരായിരിക്കും. അപ്പോൾ പിതാവെന്ന് പറയുമ്പോൾ പലർക്കും പലര് കോൺസെപ്റ്റാണ് വരുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ദൈവം ഒരു മനുഷ്യനല്ല, ഒരു സോൾ കോൺസെപ്റ്റാണ്. ഗോഡ് സ്പിരിറ്റാണ്. ദൈവം ഒരു സ്പിരിറ്റാണ്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനല്ല, ഒരു സോളാണ്, സ്പിരിറ്റാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു റെവലേഷൻ വന്ന ശേഷം വീണ്ടും നോക്കുമ്പം പിതാവേ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു മനുഷ്യൻ്റെ ഇമേജിലേക്ക് നമ്മൾ വീണ്ടും വരികയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ വരാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം, എങ്ങനെയാണ് ദൈവത്തെ പിതാവെന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പറയാം. കാരണം എൻ്റെ കൂടെ ഇപ്പോൾ ഒരു സിസ്റ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. അവർ പെന്തിക്കോസ് മേഖലയിൽ നിന്ന് വന്നൊരു സിസ്റ്ററാണ്. പക്ഷെ അപ്പോൾ ഇവർ ഈ സമയത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തുനിന്ന് ടോട്ടലായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ പുരാണങ്ങൾ പറയുന്ന, വേദങ്ങൾ പറയുന്ന ആ ഒരു ദൈവിക കൺസെപ്റ്റിൻ്റെ ആ ഒരു കാര്യത്തിനകത്ത് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിതുപോലെ എൻ്റെ സെയിം സംശയം അവർ ചോദിച്ചു. ഞാൻ ജനിച്ച് വളർന്നപ്പോഴത്തേക്ക് പിതാവേ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് വന്നേ. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതൊരു ജീവചൈതന്യമാണ്, ഒരു മാനുഷിക ഭാവമില്ലാത്ത, ഒരു രൂപമില്ലാത്ത, ഒരു ആകൃതി ഇല്ലാത്ത, ഒരു അങ്ങനെ അല്ലാത്ത ഒരു സത്യം, ഒരു ജീവചൈതന്യം. അപ്പോൾ എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരാശയം പറയാം. അത് കറക്റ്റാണെന്നൊന്നുമല്ല, എന്നാലും ഞാൻ അതിന് കൊടുക്കുന്നൊരു മൂല്യം ഈ രീതിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞൊരാശയം പറയാം. ഇപ്പം നമ്മൾ ബയോളജി 8ാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ബയോളജി പഠിക്കുമ്പോൾ ഒരു കുഞ്ഞെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭ്രൂണവും ഒരു ബീജവും തമ്മിൽ യോജിച്ചിട്ടാണ് ഒരു ജീവൻ്റെ ഉൽപ്പത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ സയൻറ്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാൻ എന്ത് മതി? ഒരു അണ്ടവും ഒരു ബീജവും മതി. അതിനകത്ത് റിലേഷൻഷിപ്പിനകത്ത് ഒരു കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ബയോളജിക്കലി നമ്മൾ ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് സ്ഥാനമില്ല, ഒരു ദാമ്പത്യ ജീവിതത്തിന് സ്ഥാനമില്ല, ഒരു അമ്മയും മകനും തമ്മിലുള്ള അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ഇൻറ്റിമസിക്ക് സ്ഥാനമില്ല, ഒരു അപ്പനും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് സ്ഥാനമില്ല. എന്താണ്? പ്യുവർ സയൻസാണ്. അപ്പോൾ അങ്ങനെ രണ്ട് വ്യക്തികൾ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാൻ സൗകര്യത്തിന് അതുപോലെ ജീന ഇരിപ്പുണ്ട്, എൻ്റെ പേര് പറഞ്ഞു മൃദുല ഇരിപ്പുണ്ട്. അപ്പോൾ മൃദുലയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടായാൽ മതി. ഈ പറയുന്ന ബയോളജിക്കലി എനിക്കൊരു കുഞ്ഞ് വേണം. അപ്പോൾ ജീന സിസ്റ്റർ പറയാണ് എനിക്ക് കുഞ്ഞ് വേണം, പക്ഷേ അതിനകത്തൊരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് കുഞ്ഞ് വരണം. മാത്രമല്ല ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എനിക്ക് അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു റിലേഷൻഷിപ്പും വേണം എന്ന് ജീന വാദിക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നതിനകത്ത് പോയിൻ്റുണ്ട്. ഒരാൾ പറയുന്ന റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, ആര് കെട്ടിയാൽ മതി, ഒരു കുഞ്ഞ് മതി, എൻ്റെ ഒരു അനന്തര തലമുറ എന്ന് പറയാൻ വേണ്ടി ഒരു വ്യക്തി മതി. ആ വ്യക്തിയുമായിട്ടും എനിക്ക് റിലേഷൻഷിപ്പ് വേണമെന്നില്ല, ആ വ്യക്തി ഉണ്ടാകാനായിട്ടുള്ള വ്യക്തിയുമായിട്ടും റിലേഷൻഷിപ്പ് വേണമെന്നില്ല. അപ്പോൾ നമ്മളിത് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് വ്യക്തിപരമാണല്ലേ. ഇവർ പറഞ്ഞതിനകത്തും പോയിൻ്റുണ്ട്, ജീന പറയുന്നതിനകത്തും പോയിൻ്റുണ്ട്. അപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ സ്പിരിച്വാലിറ്റി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വേദങ്ങളിൽ പറയുന്നത് പോലെ പരമാത്മാവ് ഒരു ജീവചൈതന്യം,
എന്നിലിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശം ജീവാത്മാവ്. ഇത് തമ്മിലുള്ളൊരു ബന്ധമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ബോഡി ഇല്ലാതെ എന്നിലിരിക്കുന്ന ജീവാത്മാവും ദാതാവായിട്ടുള്ള പരമാത്മാവും തമ്മിലുള്ള ആ ഒരു കാര്യമാണ്, ആ ലൈഫാണ് ആത്മീയത എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സയൻസ് മാത്രം എനിക്ക് പോരാ. എനിക്കെപ്പോഴും ആ വ്യക്തി ഒന്ന് ആസ്വദിക്കണം, ആ വ്യക്തിയുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലൈഫിനകത്ത് എന്താ പറയുന്നത്, ഈ ഒരു അപ്പൻ മകൻ ബന്ധം പോലെ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ മാത്രമേ എനിക്കൊരു ആസ്വാദനം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഡൈനാമിക് ഫീലിംഗ് മാത്രമാണ്. സോ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്നിലിരിക്കുന്ന ജീവാത്മാവിൻ്റെ ഡോണർ എന്ന് പറയുന്നത്, ദാതാവെന്ന് പറയുന്നത് പരമാത്മാവായതുകൊണ്ട് ആ പരമാത്മാവെന്ന് പറയുന്ന ഡോണറിനെ, ആ അംശം എന്നിലേക്ക് വരാൻ കാരണം അതായതുകൊണ്ട് അതിനെ ഞാൻ സൃഷ്ടാവെന്നോ പിതാവെന്നോ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തിട്ട് ആ വ്യക്തിയുമായിട്ട് ഞാൻ ഒരു ഇൻറ്റിമസി ബന്ധം സ്ഥാപിക്കാനായി ശ്രമിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ മനസ്സിന്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് അത് കുറച്ചുകൂടെ എന്ത് തരുന്നു, ആസ്വാദനം തരുന്നു, സന്തോഷം തരുന്നു, സമാധാനം തരുന്നു. അങ്ങനെയുള്ള കുറച്ച് വൈകാരിക ഭാവങ്ങൾ കൂടി ഇതിനകത്ത് കണക്റ്റ് ആവും. സോ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ മൂല്യം കൊടുക്കാൻ കാര്യം. ഇപ്പോൾ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ ഈ 10-15 വർഷത്തിനകത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സത്യത്തിനകത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, സോക്ക് ചെയ്തിരിപ്പുണ്ട്. ഒരു പരമാത്മാവ് ജീവാത്മാവ് തമ്മിലുള്ള കണക്ഷനകത്ത് അവർ ഓക്കെയാണ്. പക്ഷെ അവരിൽ എന്തില്ല, ഈ ആസ്വാദനമില്ല, ഈ റിലേഷൻഷിപ്പില്ല, ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ അവർക്ക് ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സത്യം മാത്രമാണ്. ഞാൻ സത്യം അറിഞ്ഞു, ഞാൻ ആ സത്യത്തിൻ്റെ പാതയിലാണ്, ഇതിൻ്റെ അപ്പുറത്തെ ലൈഫ് കണക്റ്റഡ് അല്ല. അപ്പോൾ ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. അങ്ങനെ ഒരു ആസ്വാദനം വേണം, ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നുള്ളവർക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ആകാം. അതല്ല ഒരു സത്യം അറിഞ്ഞാൽ മതി, എനിക്ക് ഈ സത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ സഞ്ചരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. സോ അത് ഓരോ വ്യക്തിപരമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ ഒരു അപ്പൻ മകൻ റിലേഷൻഷിപ്പിനകത്തുള്ള എല്ലാ എൻജോയ്മെൻറ്റ്, എല്ലാ വൈകാരിക ഭാവങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ആ ശക്തിക്ക് അതൊരു പ്രപഞ്ച ശക്തിയായതുകൊണ്ട്, ഒരു ജീവശക്തി ആയതുകൊണ്ട് വൈകാരികമായും എന്നോട് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അതാണോ പാസ്റ്റർ പറയാനായിട്ട്? ഞാൻ ഈ പാസ്റ്റർ ഒന്ന് വിളിച്ച് അങ്ങനെ വന്നു പോകണം, സോറി കേട്ടോ. ഇല്ല, ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇപ്പം അവർ പറഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ അതിലും ഒരു സത്യമില്ലാഴികയില്ല, അല്ലെങ്കിൽ അതൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്പിരിച്വാലിറ്റി, നമ്മളിപ്പോൾ ഒരു സ്പിരിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ നമുക്ക് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ മനുഷ്യനായി, അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരിടത്ത് പറയും നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക്കാണ്. മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള നമ്മൾ എന്തിനെ ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ട് കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഈ സോൾ ഈസ് നോട്ട് എ മെറ്റീരിയൽ അല്ല അത്. അപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബോഡിയിൽ നിലനിൽക്കുമ്പോൾ നമുക്കൊരു അതേ ലെവൽക്കുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അതുകൊണ്ടാണ് എല്ലാ ദൈവങ്ങൾക്കും രൂപം വന്നത്, എല്ലാ ദൈവങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു മാനുഷിക ഭാവം വരാനുള്ള കാരണം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മെറ്റീരിയലിസ്റ്റിക് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പും കൂടെ വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റാണ്. അതായത് ആ ഒരു ബന്ധത്തിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ക്ലാരിറ്റി എനിക്കും, ചെറുതായിട്ടൊരു ക്ലാരിറ്റി എനിക്കും വരുന്നുണ്ട്.